ഇറാനിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണയോട് ബന്ധപ്പെട്ട് വരുന്ന പിടിച്ചെടുക്കലുകൾ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന അതിലെ ലാഭങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ബ്രിട്ടനും ഈ പറയുന്ന റഷ്യയുമായിരുന്നു. ഇറാനോട് ബന്ധപ്പെട്ട് വരുന്ന റിസാ ഷാ പല്ലവിയുടെ വളർച്ചയെന്ന് പറയുന്നത് അമേരിക്കയുടെ സൗഹൃദത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. സ്ത്രീകൾക്ക് യഥേഷ്ടം അവരുടെ ഇഷ്ടാനുസരണം വസ്ത്രം ധരിച്ച് നടക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരുന്നുള്ളതാണ്. ഡോക്ടർ നമസ്കാരം. കുറച്ച് നാളായി നമ്മൾ സംസാരിച്ചിട്ട്. അപ്പോൾ നമ്മളുടെ വിഷയം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്കിപ്പോൾ നിലവിൽ നിൽക്കുന്ന ഏറ്റവും വലിയ സംഘർഷാവസ്ഥ, ഇറാൻ ഇസ്രായേൽ അമേരിക്ക ടീമായിട്ടുള്ള ആ ഒരു യുദ്ധം, അതിനെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുന്നത്? ഇറാൻ അമേരിക്ക അവർ തമ്മിലുള്ള മുൻകാല പ്രശ്നങ്ങൾ അതിലേക്കൊന്ന് സൂചിപ്പിക്കാം. എന്തൊക്കെയായിരുന്നു ഈ പ്രശ്നങ്ങളുടെ തുടക്കം എന്നുള്ളത്? ഈ ഇറാൻ്റെ ഒരു ചരിത്രം തുടങ്ങുന്നത്, അപ്പോൾ നമുക്കറിയാവുന്ന ഇറാൻ എന്ന് പറയുന്ന പേർഷ്യയോട് ബന്ധപ്പെട്ടെല്ലാം നമ്മൾ പറയപ്പെടുന്ന അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിൻ്റെ ഒരു ചരിത്രം തുടങ്ങുന്നത് തന്നെ നമുക്കറിയാം. അതൊരു ആര്യ സംസ്കൃതിയോടെല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു ചരിത്രം അത് കയറുന്നതോടൊപ്പം തന്നെ ഇസ്ലാം മതത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം പിന്നീട് അത് ഷിയ വിശ്വാസമായി പോകുന്ന ഒരു ചരിത്രം കൂടി അതിനുണ്ട്. അതിൻ്റെ എല്ലാ ഭാഗമായിട്ട് അതിൻ്റെ ഒരു നമ്മൾ ഇന്ന് കണക്കാക്കുന്ന അല്ലെങ്കിൽ ഇന്ന് നമ്മൾ വിലയിരുത്തുന്ന ഒരു ചരിത്രത്തിലേക്ക് ഒരു 1500 കാലഘട്ടം എന്നൊക്കെ പറയുന്ന ഒരു സഫവിദ് എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം 1500-ലൊക്കെയാണ്, അതായത് മംഗോളിയൻ കാലഘട്ടത്തിന് സഫാവിദുകൾ എന്ന് പറയുന്നത്, സഫാവിദുകൾ സഫവി എന്നൊക്കെ പറയും. 1500-ഓളം ആ ഒരു കാലഘട്ടത്തിലാണ് വരുന്നത്. ആ ഒരു കാലഘട്ടത്തോടും വന്നിട്ട് പിന്നീട് അതിനോട് ബന്ധപ്പെട്ടാണ് അവരുടേതായിട്ടുള്ള ഷാ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരാളാണ് ഈ ആധുനിക ഇന്ന് കാണുന്ന ഒരു ഇറാനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സാമ്രാജ്യത്തിൻ്റെ തുടക്കം ഉണ്ടാകുന്നത്. അദ്ദേഹം ചെയ്യുന്നതിനുണ്ടെങ്കിൽ കുറച്ച് ആളുമായിട്ട് ചെയ്യുന്ന അസർബൈജാൻ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ടല്ലോ, ആ പ്രദേശത്ത് നിന്നിട്ട് ഒരു സാമ്രാജ്യം ഉണ്ടാക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആ സാമ്രാജ്യം നിലനിൽക്കുന്നു. പിന്നീട് വന്ന ഭരണാധികാരികളുടെ ഷാ അബ്ബാസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പൂർവാധികം വലിയൊരു ശക്തിയായിട്ടത് മാറുന്നു. ഇങ്ങനെ പോകുന്ന ആ ഒരു സഫവിദ് സാമ്രാജ്യത്തിലൂടെയാണ് ഈ പറയുന്ന ഒരു പേർഷ്യ അല്ലെങ്കിൽ ഈ പറയുന്ന ഇറാനിയൻ ഒരു ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സാമ്രാജ്യ ശക്തിയായിട്ട് ഈ ഇറാൻ മാറുന്നത്. പിന്നീട് അതിനോട് ബന്ധപ്പെട്ട് പിന്നീട് അഫ്ഗാനികളുടേതായിട്ടുള്ള ആക്രമണം ഉണ്ടാകുന്നുണ്ട്. അതെന്ന് പറയുന്ന 1772 കാലഘട്ടങ്ങളാണ്. അപ്പോൾ 1772 കാലഘട്ടം വരെ ഈ പറയുന്ന സഫവികളുടേതായിട്ടുള്ള ഒരു സാമ്രാജ്യം അല്ലെങ്കിൽ വാഴ്ചയാണ് ഇറാനോട് ബന്ധപ്പെട്ട് വരുന്ന മേഖലയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അഫ്ഗാനുകളോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാലഘട്ടം കഴിയുമ്പോൾ പിന്നീട് വരിക എന്ന് പറയുന്ന 1779 കാലഘട്ടങ്ങളിൽ ഗാജാറുകൾ എന്ന് പറയുന്ന ഗജറുകൾ അല്ലെങ്കിൽ ഗാജാറുകൾ എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം കടന്നു വരുന്നുണ്ട്. ആ വിഭാഗമാണ് പിന്നീട് ഈ പറയുന്ന മറ്റൊരു കാലഘട്ടത്തിലേക്ക് ഇറാനെ നയിക്കുന്നത്. അപ്പോൾ ഈ ഗാജാറുകളുടെ തുടക്കക്കാരനായിട്ടുള്ള ആ ഒരു ആദ്യത്തെ ഭരണാധികാരി എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ ആയിരുന്നു. അപ്പോൾ ആ ട്രാൻസ്ജെൻഡറുകളുണ്ടല്ലോ, അത് എല്ലാ കാലഘട്ടത്തും ഉണ്ടല്ലോ. അപ്പോൾ അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാ കാലഘട്ടത്തും അത് ഞാൻ പറഞ്ഞില്ല, അത് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ എല്ലാ കാലഘട്ടത്തും അതൊരു പ്രകൃതിയുടെ ഒരു പ്രതിഭാസം പോലെ തന്നെ എല്ലാ കാലഘട്ടത്തും ഉണ്ട്. പക്ഷേ അംഗീകരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ ഖജാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഖജാർ എന്നുകൾ പറയുന്ന സാമ്രാജ്യത്തിന് തുടക്കക്കാരെന്ന് പറയുന്ന ട്രാൻസ്ജെൻഡറുകളായിരുന്നു. അപ്പോൾ അതിനോടെല്ലാം ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു സാമ്രാജ്യം 1925 വരെ പേർഷ്യ ഭരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങളോടൊക്കെ 1800-ന്റെ തുടക്കത്തിലും പിന്നെ 1925 വരെ ഭരിക്കുന്ന ഗജാറുകളാണ്. അപ്പോൾ ആ 25 കഴിയുമ്പോഴാണ് പിന്നീട് നമ്മൾ ഈ പറയുന്ന അമേരിക്കയോട് ബന്ധപ്പെട്ട് വരുന്ന പല്ലവി എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം കടന്നു വരുന്നത്. അപ്പോൾ പല്ലവി എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ ഗജാറുകളുടെ ആ കാലഘട്ടത്തിൽ അവസാനത്തെ ഭരണാധികാരിയുടെ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന നിയമകാര്യങ്ങൾ നോക്കിയിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ടാണ് പിന്നീട് ഈ പറയുന്ന പല്ലവി എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം വരുന്നത്. പല്ലവി എന്നൊക്കെ പറയുന്നത് ആധുനിക വളരെ പുരാതനമായിട്ടുണ്ടായിരുന്ന ഒരു സസാനിയൻ സാമ്രാജ്യത്തെ പറ്റി പറയുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന വാക്കായിരുന്നു ഈ പല്ലവി എന്ന് പറയുന്നത്. അതായത് ആര്യന്മാരുടെ ഒരു ഐഡിയോളജിയാണ് അല്ലെങ്കിൽ പ്യൂറായിട്ടുള്ള ഒരു വിഭാഗം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ പല്ലവി എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെയുള്ളത്. അപ്പോൾ അതിനോടൊക്കെ ബന്ധപ്പെട്ട് അവർ പിൻകാലത്ത് ഉപയോഗിക്കുന്ന ഒരു അല്ലെങ്കിൽ അവരുടെ പേരിനോടൊപ്പം ചേർക്കുന്നതാണ് ഈ പല്ലവി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ പല്ലവിയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സാമ്രാജ്യം, ആ സാമ്രാജ്യത്തോട് ബന്ധപ്പെട്ട് വരുമ്പോൾ അതിൻ്റെ ചരിത്രം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം 1-ാം ലോക മഹായുദ്ധത്തോടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ചരിത്രത്തോട് ബന്ധപ്പെട്ടാണ് പോകുന്നത്. അപ്പോൾ 1918 എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം 1-ാം ലോക മഹായുദ്ധം അവസാനിക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുണ്ടാകുന്ന കാലഘട്ടങ്ങളിൽ ഈ ഇറാനോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങളുടെ ഒരു പിടിച്ചെടുക്കൽ അതിൽ പ്രധാനമായി കേന്ദ്രീകരിക്കുന്നത് റഷ്യയും ബ്രിട്ടനുമാണ്. കാരണം ഈ ജൈവ ഇന്ധനങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന ഇറാൻ്റെ പ്രദേശങ്ങൾ കൈയടക്കാൻ ബ്രിട്ടനും റഷ്യയും എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഇറാൻ്റെ തെക്കോട്ട് വരുന്ന ഭാഗങ്ങൾ ഈ ബ്രിട്ടനും അതുപോലെ തന്നെ ഈ ഇറാൻ്റെ വടക്കൻ പ്രദേശങ്ങളെല്ലാം ഈ റഷ്യയുമാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്നൊരു കാലഘട്ടത്തിലൂടെ പോകുന്ന സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ പല്ലവി അല്ലെങ്കിൽ ആദ്യത്തെ പല്ലവി ഭരണാധികാരിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുത്രൻ 1941 ബന്ധപ്പെട്ട് വരികയാണ്. മുഹമ്മദ് റിസാ ഖാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്
പേര് റിസ ഷാ എന്നാണ് പിന്നീട് അദ്ദേഹം അറിയപ്പെടുന്നത്. മുഹമ്മദ് റിസ ഷാ പല്ലവി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം അമേരിക്കയോടാണ് കൂടുതൽ ചായ്വ് കാണിക്കുന്നത്. അപ്പോൾ അതൊരു 41 കഴിഞ്ഞു, ഒരു 50നോടെല്ലാം അടുത്തൊരു കാലഘട്ടം 1953 മുതൽ 1979 വരെയുള്ള ഒരു കാലഘട്ടം രണ്ടാമത്തെ പല്ലവി ഭരണാധികാരിയായ ഈ മുഹമ്മദ് ഷായുടെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഇറാൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇറാനിലുണ്ടാകുന്ന മാറ്റങ്ങൾ, സാമൂഹ്യപരമായ അല്ലെങ്കിൽ സാമ്പത്തികമായ മാറ്റങ്ങളെല്ലാം തന്നെ ഈ രണ്ടാമത്തെ റിസ ഷാ പല്ലവിയോട് ബന്ധപ്പെട്ട് വരുന്നു. അപ്പോൾ ആദ്യത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നൊരു കാര്യം നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. ആ കാലഘട്ടത്തിൽ റഷ്യയോട് ബന്ധപ്പെട്ട് വരുന്ന, ബ്രിട്ടനോട് ബന്ധപ്പെട്ട് വരുന്ന താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷേ രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ശീതയുദ്ധം, ആ ശീതയുദ്ധത്തോട് ബന്ധപ്പെട്ട് വരുന്ന കെടുതികൾ ലോകത്ത് പലയിടത്തും ഉണ്ടാകുമ്പോൾ രണ്ട് അജയശക്തികളായിട്ട് ഇറാനും അതുപോലെ റഷ്യയും അമേരിക്കയും മാറുകയാണ്. അങ്ങനെ മാറുന്ന സമയത്ത് അമേരിക്കയുടെ താല്പര്യങ്ങളോട് ബന്ധപ്പെട്ടാണ് ഇറാൻ നിലനിൽക്കുന്നത്. നമ്മളിവിടെ സൂചിപ്പിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 1946 കാലഘട്ടങ്ങളിൽ ഇറാനിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണയോട് ബന്ധപ്പെട്ട് വരുന്ന പിടിച്ചെടുക്കലുകൾ, അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന അതിലെ ലാഭങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ബ്രിട്ടനും ഈ പറയുന്ന റഷ്യയുമായിരുന്നു. അപ്പോൾ എണ്ണ ദേശസാൽക്കരിക്കപ്പെടേണ്ടതുണ്ടെന്നുള്ളൊരു തോന്നലുണ്ടാകുമ്പോൾ ഈ കമ്പനികളോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന രാജ്യങ്ങളെല്ലാം പിൻവാങ്ങണമെന്നൊരു ആവശ്യം ഇറാനിൽ നിന്നുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രക്ഷേപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഇറാനിലെ ജനവിഭാഗം UN സമീപിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഈ രാജ്യങ്ങൾ വിട്ടുമാറാൻ ശ്രമിക്കുന്നില്ല. പിന്നീട് ഇത് എന്നേക്കുമായിട്ട് മാറിക്കൊടുത്തേ പറ്റുമെന്ന് പറയുമ്പോഴും റഷ്യ പോലുള്ള രാജ്യങ്ങൾ അവരുടേതായിട്ടുള്ള എണ്ണ ലഭിക്കാനുള്ള സാധ്യതകളെ നിലനിർത്തിക്കൊണ്ടാണ് ഇറാൻ വിട്ടുപോകുന്നത്. ഇങ്ങനെ പോകുമ്പോൾ പുതിയ ഒരു ശക്തിയെ കൂട്ടുപിടിച്ചിട്ടുകൊണ്ടാണ് അടുത്ത ഭരണാധികാരിയായിട്ടുള്ള ഈ പറയുന്ന മുഹമ്മദ് ഷാ രണ്ടാമൻ അല്ലെങ്കിൽ റിസ ഷാ പല്ലവി എന്ന് പറയുന്ന അദ്ദേഹം നിലനിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൗഹൃദം എന്ന് പറയുന്ന അമേരിക്കയുമായിട്ടായിരുന്നു. അപ്പോൾ ഇറാനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എണ്ണയോട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വളർച്ചയും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് വർത്തിക്കുന്ന അമേരിക്കയാണ്. അപ്പോൾ ഒരു ശക്തിയായിട്ട് മാറേണ്ടതുണ്ടെന്ന് റിസ ഷാ പല്ലവി മനസ്സിലാക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എണ്ണയ്ക്ക് പകരം ആയുധങ്ങൾ വാങ്ങുന്ന ഒരു പ്രവണതയിലേക്ക് ഇറാൻ മാറുകയാണ്. അപ്പോൾ ഒരു ശക്തിയായിട്ട് മാറാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ തന്നെ ആധുനിക ഒരു സമൂഹത്തിൻ്റെ അടയാളം എന്ന രീതിയിൽ ഇസ്ലാമിക ലോകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇടമായി മാറേണ്ടതുണ്ടെന്ന് ഇദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇസ്ലാം മതത്തെ പൂർണ്ണമായിട്ട് നിരാകരിക്കാതെ തന്നെ ഇസ്ലാം മതത്തിൻ്റെ മറ്റൊരു പതിപ്പ് ഇറാനിൽ ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഖുറാനോട് ബന്ധപ്പെട്ട് വരുന്ന വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഇറാനിലുണ്ടാകുന്ന ഡ്രസ് കോഡുകൾ മാറ്റുന്നു. അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തുർക്കിയോട് ബന്ധപ്പെട്ട് അത്താത്തുർക്ക് എന്തൊക്കെ ചെയ്തു അതുപോലെ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളാണ് ഈ റിസ ഷാ പല്ലവി ഈ ഇറാനിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇറാനോട് ബന്ധപ്പെട്ട് വരുന്ന റിസ ഷാ പല്ലവിയുടെ വളർച്ചയെന്ന് പറയുന്നത് അമേരിക്കയുടെ സൗഹൃദത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഈ അമേരിക്കയുടെ എല്ലാ സൗഹൃദങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാനോട് ബന്ധപ്പെട്ട് വരുന്ന പല്ലവി സാമ്രാജ്യം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മതപരമായ ആധിപത്യത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അത്തരമൊരു അപ്രമാദത്തെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ പല്ലവി ഭരണകൂടം കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പല്ലവി ഭരണകൂടം എടുക്കുന്ന നിലപാടുകൾ അവിടുത്തെ മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന കാഴ്ചപ്പാടുകൾക്കെതിരെയാണെങ്കിൽ ആ കാഴ്ചപ്പാടുകളെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയും ഈ പറയുന്ന പണ്ഡിത സമൂഹത്തിന് ശത്രുക്കളാണ്. അപ്പോൾ പല്ലവി ഭരണകൂടത്തിൻ്റെ കാലഘട്ടത്തിൽ ആ വിഭാഗത്തെ എതിർത്ത അവിടുത്തെ ജനങ്ങൾ അതേ സമയത്ത് തന്നെ പല്ലവി വിഭാഗത്തെ എല്ലാ രീതിയിലും അംഗീകരിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഈ അമേരിക്കയും എതിർക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് അമേരിക്കയുമായിട്ടുണ്ടാകുന്ന ആദ്യത്തെ ഒരു ശത്രുത ഉണ്ടാകുന്നത് അവിടെയാണ്. ഈ അക്കാലത്ത് സ്ത്രീകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ധരിക്കുന്ന ബുർഖ, ഹിജാബ് പോലത്തെ വസ്ത്രങ്ങളൊന്നും ഇല്ലായിരുന്നു പറയുന്നുണ്ട്. നമ്മൾ പഴയ ഫോട്ടോകളും കണ്ടിട്ടുണ്ട്, കുറച്ചെല്ലാം കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു ആധുനിക രീതിയിലുള്ള വസ്ത്രധാരണം അന്ന് ഇറാനിലുണ്ടായിരുന്നു സ്ത്രീകൾക്ക്. അല്ല, ഇപ്പം നമ്മൾ പറഞ്ഞു വെക്കുന്നത് പർദ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണല്ലോ പറയുന്നത്. അപ്പോൾ ഇതിലുണ്ടാകുമെന്ന് പറയുന്നത് ആദ്യത്തെ രണ്ട് പല്ലവി ഭരണാധികാരികളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഭരണാധികാരി തന്നെ ഇതിനുള്ള മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ പർദ എന്ന് പറയുന്ന സമ്പ്രദായം നിരോധിക്കുന്നുണ്ട്. കാരണം ഈ പാശ്ചാത്യ രീതിയിലുള്ള വസ്ത്രങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഐഡിയോളജിയാണ് പല്ലവി ഭരണകൂടം എല്ലാ കാലഘട്ടവും മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അതുപോലെ പല്ലവി തൊപ്പി അത് പ്രധാനപ്പെട്ട ഒരു അടയാളം തന്നെയായിരുന്നു. അപ്പോൾ സ്ത്രീകൾ ഈ പറയുന്ന മിഡിയോ അതിനോട് ബന്ധപ്പെട്ട സ്കേർട്ടുകളിൽ ഉപയോഗിക്കുന്നത് സർവ്വസാധാരണമായിരുന്നു. നമ്മളിവിടെ തീർച്ചയാക്കേണ്ട ഒരു കാര്യം, ഇത് ഈ മതത്തിനെതിരെയുള്ള ഒരു അടയാളമായിട്ടാണ് ഈ ഒരു ഭരണകൂടം കണ്ടത്. കാരണം ഇസ്ലാം മതത്തിനോട് ബന്ധപ്പെട്ട് വരുന്ന, അല്ലെങ്കിൽ ഷിയാ വിശ്വാസികളോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഈറ്റിലമായിട്ടുള്ള അവിടെ മതപണ്ഡിതന്മാർക്ക് ഏറ്റവും സ്വാധീനമുള്ള മേഖലയാണ്. അപ്പോൾ മതപണ്ഡിതന്മാരെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു അടയാളമായിട്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ. കാരണം 1979 ഒരു വിപ്ലവം ഉണ്ടാകുമ്പോൾ ആ വിപ്ലവത്തിന് ശേഷം ഉണ്ടാകുന്ന ഇറാൻ എന്ന് പറയുന്നത്
പുതിയൊരു വസ്ത്രധാരണ രീതി സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം അത് പറയുമ്പോൾ തന്നെ ചാദോർ എന്ന് പറയുന്ന ആ വസ്ത്രത്തിന് പ്രത്യേകതയുണ്ട്. കാരണം അതുവരെ ഇല്ലാത്ത ഒരു രീതിയിലേക്ക് ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന ഇറാൻ മാറുകയാണ്. അപ്പോൾ ചാദോർ എന്ന് പറയുന്നത് നെറ്റി മുതൽ കാലിൻ്റെ അറ്റം വരെ ഉണ്ടാകുന്ന നീണ്ടൊരു കുപ്പായമാണ്. അപ്പോൾ നമുക്കറിയാം ഓരോ പ്രദേശത്തിനും അതിൻ്റെതായിട്ടുള്ള ഹിജാബുകളുണ്ട്. അഭയ എന്ന് പറയുന്ന ഹിജാബുണ്ട്. അഫ്ഗാനിസ്ഥാനോട് ബന്ധപ്പെട്ട് വരുന്ന നമുക്ക് കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഈ ടെന്റിന്റെ രൂപത്തിലുള്ള പല പല പേരുകൾ പ്രാദേശിക വ്യത്യസ്തമായിട്ടുള്ള കാരണം. അപ്പോൾ ഇറാന്റെ ഒരു എന്താ പറയുന്നത് അവരുടേതായിട്ടുള്ള ഒരു പുതിയ രീതി എന്ന് പറയുന്നതാണ് ചാദോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇറാനിയൻ ഐഡിയോളജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ 1979 വിപ്ലവത്തിന് ശേഷം ഉണ്ടാകുന്ന ആ റെവല്യൂഷന്റെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ചാദോറായിരുന്നു. അപ്പോൾ ആ ചാദോർ 79 ശേഷമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനു മുമ്പ് ഉണ്ടാകുന്ന സമൂഹത്തിൽ സ്ത്രീകൾക്ക് യഥേഷ്ടം അവരുടെ ഇഷ്ടാനുസരണം വസ്ത്രം ധരിച്ച് നടക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരുന്നുള്ളതാണ്.